കോർണർ കിക്ക് ഫുട്ബോളിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നും നാളെയുമായി വമ്പന്മാരിറങ്ങുന്ന ഫുട്ബോൾ മാമാങ്കം തന്നെ നടക്കാൻ പോവുകയാണ്. അത് തന്നെ വ്യത്യസ്തമായി ചാമ്പ്യൻസ് ലീഗിൽ അടുത്ത റൗണ്ട് ഓഫ് 16 ആരൊക്കെ കടക്കും എന്ന് തീരുമാനിക്കപ്പെടുന്ന പ്ലേ ഓഫിന്റെ ഫസ്റ്റ് ലെഗ് മത്സരങ്ങളും നടക്കാൻ പോവുകയാണ്. നിലവിലെ ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡും അതിന് മുന്നത്തെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിലുള്ള ഒരു സ്റ്റൈലിഷ് പോരാട്ടമാണ് ഇന്നത്തെ മത്സരം. ഒരു പ്രത്യേകത മത്സരം എന്ന് പറയാം. കാരണം കഴിഞ്ഞ സീസണിൽ ചാമ്പ്യൻ ലീഗിൽ ക്വാർട്ടർ ഫൈനലിൽ മാഞ്ചസ്റ്റർ സിറ്റിനെ പെനാൽറ്റിയിൽ തോൽപ്പിച്ച് റയൽ മാഡ്രിഡ് സെമിയിൽ കടക്കുകയും പിന്നെ ഫൈനലിൽ ഡോർട്ട്മുണ്ടിനെ തോൽപ്പിച്ച് അവർ ചാമ്പ്യന്മാരാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ നേരെ തിരിച്ച് അതിന്റെ മുമ്പുള്ള സീസണിൽ റയൽ മാഡ്രിഡിനെ സെമിയിൽ 5-3 എന്ന അഗ്രഗേറ്റിൽ ഒരു വമ്പൻ സ്കോറിലാണ് മാഞ്ചസ്റ്റർ സിറ്റി തറപ്പറ്റിച്ച് ഫൈനലിൽ കടക്കുകയും ഇന്റർ മിലാനെ തോൽപ്പിച്ച് ചാമ്പ്യന്മാരാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിൽ നിന്ന് തന്നെ ഇന്നത്തെ മത്സരം എന്തുമാത്രം വാശിയേറിയ മത്സരമായിരിക്കും നമുക്ക് നോക്കിക്കാണാം. കളിക്ക് പുറത്ത് ഇപ്പോഴേ തന്നെ വാക്പോരുകൾ തുടങ്ങിയിരിക്കുകയാണ്. കാരണം വിനീഷ്യസിന് നൽകേണ്ട ബാലൻഡിയർ നൽകിയില്ല, അത് റോഡ്രിക്ക് കൊടുത്തതിനെ ചൊല്ലിയുള്ള വാക്പോര് പരസ്യമായി ആഞ്ചലോറ്റി പ്രസിന് മുമ്പിൽ പറഞ്ഞിരുന്നു. കഴിഞ്ഞ 6 മത്സരങ്ങൾ നോക്കിയാൽ ഒരു കളി പോലും റയൽ മാഡ്രിഡ് സിറ്റിയുടെ ഗ്രൗണ്ടിൽ എത്തിഹാദിൽ വിജയിക്കുവാൻ സാധിച്ചിട്ടില്ല. അത് തന്നെയാണ് സിറ്റിക്ക് മുൻതൂക്കവും നൽകുന്നത്. ഡിഫൻസിലെ പാളിച്ചകൾ പരിഹരിച്ച് നല്ലൊരു പോരാട്ടത്തിനായിരിക്കും റയൽ മാഡ്രിഡ് ഇന്ന് ഇറങ്ങാൻ പോകുന്നത്. തങ്ങളുടെ എംബാപ്പെ, വിനീഷ്യസ്, റോഡ്രിഗോ അടങ്ങുന്ന ത്രയത്തിൽ തന്നെയാണ് അവർക്ക് വിശ്വാസവും. അതിന് കൂട്ടായി വാൽവേർഡെ, സിബല്ലോസ്, ബെല്ലിംഗാം അടങ്ങുന്ന മിഡ്ഫീൽഡ് ആകുമ്പോൾ അവരുടെ ഊർജം ഇരട്ടിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ കുറെ മത്സരങ്ങളായി മോശപ്പെട്ട മത്സരത്തിലൂടെയാണ് മാഞ്ചസ്റ്റർ സിറ്റി കടന്നു പോകുന്നത്. തങ്ങളുടെ ഈ സീസൺ സംരക്ഷിക്കുവാൻ വേണ്ടി അവർ കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിൽ നല്ല ട്രാൻസ്ഫർ മാർക്കറ്റിലൂടെയാണ് അവർ കടന്നു പോവുകയും ചെയ്തിരുന്നത്. ഇരു ടീമുകൾക്കും തങ്ങളുടെ പ്രൈം ഫോമിലോട്ട് തിരിച്ചെത്താനുള്ള ഒരു മികച്ചൊരു മത്സരമാണ് ഇന്നത്തെ മത്സരത്തിനെ അവർ നോക്കിക്കാണുന്നത്. ഇന്ന് രാത്രി കൃത്യം 1:30 മാഞ്ചസ്റ്റർ സിറ്റിയിൽ വെച്ചാണ് ഇരുവരും ഏറ്റുമുട്ടാൻ പോകുന്നത്. അതിൽ നിന്ന് തന്നെ മറ്റൊരു മത്സരം ജുവന്റസ് PSV എൻഡോവനുമായിട്ട് ഇന്ന് രാത്രി 1:30 മത്സരമുണ്ട്. പിന്നെ ബ്രസ്റ്റും PSV തമ്മിലുള്ള ലീഗ് 1 ക്ലാഷ് ഉണ്ട്. അത് ഇന്ന് രാത്രി കൃത്യം 11:15 ഇന്ത്യൻ സമയം മത്സരം ആരംഭിക്കുന്നത്. പിന്നെ സ്പോർട്ടിങ്ങും ഡോർട്ട്മുണ്ടും തമ്മിലുള്ള മത്സരം ഇന്ന് നടക്കാൻ പോകുന്നു. നാളെയാണെങ്കിൽ സെൽറ്റിക് ബയേണും തമ്മിലുള്ള മത്സരവും ഫിയനോർഡും മിലാനും തമ്മിലുള്ള മത്സരവും രാത്രി 1:30 നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലബ് ബ്രൂഗും അറ്റ്ലാന്റ തമ്മിലുള്ള മത്സരം 11:15 നാളെ രാത്രി 11:15 നടക്കാൻ പോവുകയാണ്. മൊണാക്കയും ബെനിഫിഷ്യയും തമ്മിലുള്ള മത്സരം നാളെ രാത്രി 1:30 നടപ്പുണ്ട്. അങ്ങനെ ചാമ്പ്യൻ ലീഗിൽ ഒരു വമ്പൻ പോരാട്ടങ്ങളാണ് ഇന്നും നാളെയുമായി നടക്കാൻ പോകുന്നത്. അതിൽ തന്നെ എല്ലാ മികച്ച ക്ലബ്ബുകൾക്കുമുള്ള മികച്ചൊരു അവസരമാണ് അവർക്ക് അടുത്ത റൗണ്ട് ഓഫ് 16 കടക്കാനുള്ള ഒരു അഗ്നി പരീക്ഷണം എന്ന് തന്നെ വേണം നമുക്ക് ക്ലബ്ബ് മത്സരങ്ങളെ നമുക്ക് എടുത്ത് പറയേണ്ടത്. എന്നാൽ ഇംഗ്ലണ്ട് പ്രീമിയർ ലീഗിൽ മറ്റൊരു മത്സരം കൂടി നടപ്പുണ്ട്. മേഴ്സിസൈഡ് ഡെർബി നടക്കാൻ പോകുന്നു. നാളെ രാത്രി 1 മണിക്കാണ് ലിവർപൂളും എവർട്ടനും തമ്മിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. കഴിഞ്ഞ സീസണിൽ എവർട്ടന്റെ ഗ്രൗണ്ടിൽ 2-0 തോൽപ്പിച്ച ആ കൈപ്പേറിയ ഓർമ്മകളുമായിട്ടാണ് ലിവർപൂൾ നാളെ എവർട്ടനെ ഏറ്റുമുട്ടാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ സീസണിൽ ടൈറ്റിലിന്റെ അടുത്തുള്ള ലിവർപൂളിനെ 2-0 തോൽപ്പിച്ച് അവർ ടൈറ്റിൽ നിന്ന് വഴുതി പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കഴിഞ്ഞ സീസണിൽ കാണാൻ സാധിച്ചത്. അതിനെ മറികടക്കാൻ വേണ്ടിയാണ് നാളത്തെ മത്സരം അവർ നോക്കിക്കാണുന്നത്. അപ്പോൾ യൂറോപ്പിൽ മികച്ചൊരു മത്സരങ്ങൾ കാണാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നാളത്തെ സ്കോർ ലൈനും ഇന്നത്തെ സ്കോർ ലൈനും എന്താകുമെന്ന് നിങ്ങൾ താഴെ എൻ്റെ കമന്റിലൂടെ അറിയിക്കുക. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു റിവ്യൂമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെയും നമസ്കാരം.